ഹലോ വ്യൂവേഴ്സ്, ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ അടുത്ത കാലത്തായി ഞാൻ വാങ്ങിയ ഒരു പ്രഷർ വാഷർ അൺബോക്സിങ്ങും അതിൻ്റെ റിവ്യൂവുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. കുറേ നാളുകളായി നല്ലൊരു കാർ പ്രഷർ വാഷർ വാങ്ങണം എന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ മാർക്കറ്റിൽ പല കമ്പനികളുടെയും പ്രഷർ വാഷേഴ്സ് അവൈലബിൾ ആണ്. വാങ്ങുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെ വാങ്ങണം എന്ന് നിർബന്ധമുണ്ടായിരുന്നതിനാൽ യൂട്യൂബിൽ ഇവയെപ്പറ്റിയുള്ള ധാരാളം വീഡിയോ റിവ്യൂസ് കാണുകയും ഈ പ്രോഡക്റ്റിൻ്റെ വാറണ്ടി, ആഫ്റ്റർ സെയിൽ സർവീസ്, സ്പെയർ പാർട്സ് ലഭ്യത എന്നിവയെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി ഇന്ന് മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റായ StarQ എന്ന കമ്പനിയുടെ StarQ W6 എന്ന മോഡലാണ് ഞാൻ വാങ്ങിയത്. ഇത് വാങ്ങുന്നതിന് മുമ്പ് ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരുന്ന കോൺടാക്ട് നമ്പറിൽ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 1 വർഷത്തെ വാറണ്ടിയുള്ള ഈ പ്രോഡക്റ്റിന് വാറണ്ടി പീരീഡിന് ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് പ്രോഡക്റ്റ് നമ്മൾ അവർക്ക് കൊറിയറിൽ അയച്ചു കൊടുക്കുകയോ അതല്ല നമുക്ക് തന്നെ സ്വന്തമായി റിപ്പയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏത് പാർട്സാണ് വേണ്ടതെന്ന് അവരുടെ വാട്സപ്പ് നമ്പറിൽ കൂടി ഫോട്ടോ അയച്ചു കൊടുത്താൽ അത് അവർ നമുക്ക് കൊറിയർ ചെയ്തു തരികയും ചെയ്യും എന്നറിയിച്ചു. മാത്രമല്ല, ആമസോണിൽ ഈ കമ്പനിയുടെ കസ്റ്റമർ സെയിൽ ഫീഡ്ബാക്ക് നോക്കിയപ്പോൾ 96% ആണ് കാണിച്ചത്. ഒരു പ്രഷർ വാഷറിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് അതിൻ്റെ വാട്ടർ ഔട്ട്പുട്ട് ഫ്ലോ പ്രഷറാണ്. അത് മിക്കവാറും എല്ലാ കമ്പനികളും അവകാശപ്പെടുന്നത് പോലെയുള്ള പ്രഷർ അവരുടെ പ്രോഡക്റ്റുകൾക്ക് ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ StarQ W6 എന്ന മോഡലിൽ കാണിച്ചിരിക്കുന്ന വർക്കിംഗ് പ്രഷർ റേഞ്ച് 150 ബാറിനും 240 ബാറിനും ഇടയിലാണ്. എനിക്ക് ഈ പ്രഷർ വാഷർ ഉപയോഗിക്കുമ്പോൾ 170 ബാർ പ്രഷർ കിട്ടുന്നുണ്ട്. 170 ബാർ എന്ന് പറയുമ്പോൾ അത് ഹൈ പ്രഷർ തന്നെയാണ്. സാധാരണ പ്രഷർ അളക്കുന്നതിനുള്ള 2 യൂണിറ്റാണ് PSIയും ബാറും. PSI എന്നാൽ പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് എന്നാണ്. അതായത് ഒരു സ്ക്വയർ ഇഞ്ചിൽ എത്ര ഫോഴ്സ് ഉണ്ടാകുന്നുവെന്നാണ്. വാഹനങ്ങളുടെയോ ടയറിൻ്റെയോ ഒക്കെ പ്രഷർ PSIയിലാണ് കണക്കാക്കുന്നത്. ബാർ എന്ന യൂണിറ്റ് ഹൈ പ്രഷറിൻ്റെ മെഷർമെൻറ്റിനാണ് ഉപയോഗിക്കുന്നത്. പ്രഷർ ബാർ എന്നാൽ ഒരു യൂണിറ്റ് സർഫസിൽ പെർപെൻഡിക്കുലറായി എത്ര ഫോഴ്സ് അപ്ലൈ ആകുന്നുവെന്നാണ്. അതായത് ഒരു ബാർ എന്നാൽ 14.5 PSI ആണ്. എന്തായാലും ഈ പ്രഷർ വാഷറിന് നല്ല പ്രഷർ കിട്ടുന്നത് കൊണ്ട് വാഹനങ്ങൾ കഴുകുന്നതിന് മാത്രമല്ല മറ്റ് പല ഉപയോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. നമ്മുടെ വീടുകളിൽ മതിലുകളും അതുപോലെ ടൈൽസ്, ഫ്ലോർ മാറ്റ് ഇവയൊക്കെ വൃത്തിയാക്കുന്നതിന് വളരെ ഉപയോഗപ്രദമാണ്. ഇതിൻ്റെ വില ആമസോണിൽ 9,999 രൂപയാണ് കാണിച്ചിരുന്നത്. എന്നാൽ അവരുടെ തന്നെ StarQവിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റായി 9,500 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. എനിക്ക് ആമസോണിൽ ലിമിറ്റഡ് ടൈം പീരീഡ് ഒരു സ്പെഷ്യൽ ഓഫർ വഴി 9,500 രൂപയ്ക്ക് ഇത് കിട്ടി. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസും ഇനി തുടർന്ന് വരുന്ന വീഡിയോ ഭാഗത്ത് ഞാൻ പറയാം. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഭാഗം തുടർന്ന് കാണാം. ആമസോണിൽ നിന്ന് കിട്ടിയ പാക്കറ്റ് ഇതാണ്. ഇത് ഓപ്പൺ ചെയ്യാം. ഈ പ്രഷർ വാഷറിന് വേണ്ട പവർ 2400 വാട്ട്സും വർക്കിംഗ് പ്രഷർ 150 ബാർ, മാക്സിമം പ്രഷർ 220 ബാർ, ടോട്ടൽ വെയ്റ്റ് 10 kg. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻഡക്ഷൻ മോട്ടോറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൈഫ് സ്പാൻ സാധാരണ മോട്ടോറുകളെക്കാൾ കൂടുതലാണ്. മാത്രമല്ല ഇത് ഒരു സെൽഫ് പ്രൈമിംഗ് പമ്പ് ആയതുകൊണ്ട് ബോട്ടം വാൽവിൽ നിന്നുള്ള വെള്ളം തനിയെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുമുണ്ട്. ഇനി ഈ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. 2 പേജുകളുള്ള ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലിനോടൊപ്പം പമ്പിൻ്റെ വാട്ടർ ഇൻപുട്ട് പോയിന്റിൽ കണക്ട് ചെയ്യേണ്ട ഒരു വാട്ടർ ഫിൽറ്ററോട് കൂടിയ വാട്ടർ ഫിൽറ്റർ കണക്ടർ നിപ്പിൾ, ഇൻലെറ്റ് ഹോസിൽ ഫിറ്റ് ചെയ്യുവാനായി പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച ക്വിക്ക് റിലീസ് ക്വാർട്ടർ ഇഞ്ചിൻ്റെ ഒരു ക്വിക്ക് റിലീസ് കപ്പിൾ, അതോടൊപ്പം ഫിൽറ്ററിലും മറ്റ് ഭാഗങ്ങളിലും അടിഞ്ഞുകൂടുന്ന അഴുക്കൊക്കെ നീക്കം ചെയ്യാനായി ഒരു നീഡിലും കാണാം. ഇത് പമ്പിനോടൊപ്പം ഫ്രീ ആയി സപ്ലൈ ചെയ്യുന്ന സോപ്പ് ഡിസ്പെൻസറാണ്, ഫോം ക്യാനൺ അല്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വാഷ് ചെയ്യാൻ ഒരു സോപ്പ് ഡിസ്പെൻസർ പോരാ, അത് സെപ്പറേറ്റ് വാങ്ങുന്നതായിരിക്കും കൂടുതൽ ഉപയോഗപ്രദം. ഇതാണ് വാട്ടർ ഇൻലെറ്റ് ഹോസിൻ്റെ ബക്കറ്റിൽ ഇൻസർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഘടിപ്പിക്കുന്ന ഫിൽറ്റർ അറ്റാച്ച്മെൻറ്റ്. ഇതാണ് 8 മീറ്റർ നീളമുള്ള ലോങ് ഹോസ് പൈപ്പ്. ഒരു കാറിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് ഈസിയായി വാട്ടർ സ്പ്രേ ചെയ്യാൻ സാധിക്കും. ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലത്. പമ്പിലും വാട്ടർ സ്പ്രേ ഗണ്ണിലും ഘടിപ്പിക്കുവാനായി 2 അറ്റത്തും കണക്ടേഴ്സ് ഉണ്ട്. ഇത് ബക്കറ്റിൽ നിന്നും വെള്ളം സക്ക് ചെയ്തെടുക്കുന്നതിനുള്ള ഹോസ് പൈപ്പ്. ഇതിന് ഒരു മീഡിയം ക്വാളിറ്റിയേ ഉള്ളൂ. ഇതിന് പകരം നമുക്ക് നമ്മുടെ വീട്ടിലെ ഹോസ് പൈപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് പ്രഷർ വാഷർ ഗണ്ണും അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന റെഗുലേറ്ററുമാണ്. റെഗുലേറ്റർ നമുക്ക് ഊരി മാറ്റാം. അതോടൊപ്പം ഗണ്ണിൻ്റെ ലെങ്ത് കൂട്ടുന്നതിനുള്ള ഒരു എക്സ്റ്റൻഷൻ റോഡും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്നതാണ് നമ്മുടെ പ്രധാന ഐറ്റമായ StarQ W6 ഹൈ പ്രഷർ വാട്ടർ പമ്പ്. ഇതിന് ഏകദേശം 10 കിലോയോളം വെയിറ്റ് ഉണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഇൻഡക്ഷൻ മോട്ടോർ 2400 വാട്ട്സ്, 150 ബാർ ടു 220 ബാർ എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. 2 പിൻ പ്ലഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പമ്പിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വൈബ്രേഷൻ മൂലം പ്രഷർ ഗേജിന് ഡാമേജ് ഉണ്ടാകാതിരിക്കുവാൻ ഉള്ളിൽ ഓയിൽ നിറച്ചിരിക്കുന്നത് കാണാം. വാട്ടർ പ്രൂഫ്ഡ് ആയിട്ടുള്ള ഓൺ ഓഫ് സ്വിച്ചാണിത്. ഓവർലോഡ് പ്രൊട്ടക്ഷന് വേണ്ടി ഒരു റീസെറ്റ് ബട്ടണും കൊടുത്തിട്ടുണ്ട്.
ഈ കാണുന്നതാണ് ഇൻഡക്ഷൻ മോട്ടോർ. ഇത്രയും ആക്സസറീസാണ് ഈ പാക്കറ്റിനുള്ളിൽ ഉണ്ടായിരുന്നത്. പ്രഷർ വാഷറിൻ്റെ ഗണ്ണിൽ എക്സ്റ്റൻഷൻ റോഡ് കണക്ട് ചെയ്യുന്നതിന് ആദ്യം ഗണ്ണിൽ നിന്നും അതിൻ്റെ വാട്ടർ റെഗുലേറ്റർ കണക്ടർ നോബ് ഈ രീതിയിൽ ഡിറ്റാച്ച് ചെയ്യണം. അതിനുശേഷം എക്സ്റ്റൻഷൻ റോഡ് ഈ രീതിയിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മറ്റേ അറ്റത്ത് വീണ്ടും റെഗുലേറ്റർ കൺട്രോൾ നോബ് കണക്ട് ചെയ്യാവുന്നതാണ്. വാട്ടർ ഫിൽറ്റർ കണക്ടർ ഇൻലെറ്റ് നോസിൽ ഈ പമ്പിൻ്റെ താഴത്തെ ഭാഗത്ത് കാണുന്ന വാട്ടർ ഇൻലെറ്റ് കണക്ടർ ത്രെഡിൽ ഇതുപോലെ തിരിച്ച് ഫിക്സ് ചെയ്യാവുന്നതാണ്. മഞ്ഞ കളറിൽ കാണുന്ന ഹോസിൻ്റെ ഒരു വശത്ത് ഫിൽറ്റർ അറ്റാച്ച്മെൻറ്റ് കണക്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇവിടെ പമ്പിലേക്ക് വെള്ളം കയറുന്ന ഭാഗത്ത് 2 ഫിൽറ്ററുകൾ ഉള്ളതായി കാണാം. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കൂടി ഏതെങ്കിലും തരത്തിലുള്ള പൊടിയോ മറ്റു മാലിന്യങ്ങളോ പമ്പിനുള്ളിൽ പോകാതെ ഈ ഫിൽറ്റേഴ്സ് തടയും. പമ്പിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊടിയോ മറ്റു മാലിന്യങ്ങളോ ഉള്ളിൽ ചെന്നാൽ അത് പമ്പിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. അത് തടയുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലുള്ള ഫിൽറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ക്വിക്ക് റിലീസ് കപ്പിൾ കണക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ വെളിയിൽ കാണുന്ന ഭാഗം ഉള്ളിലേക്ക് വലിച്ച് നിപ്പിളിലേക്ക് കടത്തി റിലീസ് ചെയ്യുമ്പോൾ ടിക്ക് എന്നൊരു സൗണ്ട് ഉണ്ടാകും. ശരിയായ രീതിയിൽ കണക്ട് ചെയ്തില്ല എങ്കിൽ അവിടെ ലീക്ക് ഉണ്ടാകാനും മാത്രമല്ല പമ്പിന് ബക്കറ്റിൽ നിന്ന് വെള്ളം ശരിയായ രീതിയിൽ വലിച്ചെടുക്കാനും കഴിയുകയില്ല. വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കണക്ട് ചെയ്യാൻ. ഈ വാട്ടർ ഫിൽറ്ററിൽ നിപ്പിൾ പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ചതും മീഡിയം ക്വാളിറ്റി ആയതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇനി ഔട്ട്ലെറ്റ് ഹോസ് പൈപ്പിൻ്റെ ഒരറ്റം ഈ രീതിയിൽ തള്ളി പൂർണ്ണമായും അകത്തേക്ക് കയറ്റി അതിലുള്ള ത്രെഡഡ് ക്യാപ്പ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യണം. ഇതേ രീതിയിൽ തന്നെ ഔട്ട്ലെറ്റ് ഹോസിൻ്റെ മറുവശത്ത് കാണുന്ന കണക്ടർ പ്രഷർ വാഷർ ഗണ്ണിലേക്കും കണക്ട് ചെയ്യണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ആക്സസറീസ് എല്ലാം കണക്ട് ചെയ്യേണ്ടത്. എനിക്ക് ഇത് ആദ്യമായി ചെയ്തപ്പോൾ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി. പ്രധാനമായും ഞാൻ പല പ്രാവശ്യം ഇൻലെറ്റ് ഹോസ് കണക്ട് ചെയ്തുവെങ്കിലും പമ്പിനുള്ളിലേക്ക് വെള്ളം സക്ക് ചെയ്ത് കയറുന്നുണ്ടായിരുന്നില്ല. പ്രഷർ വാഷർ ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ പമ്പ് ചെയ്യുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായും പ്രഷർ പമ്പ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് പമ്പിനുള്ളിലും അതുപോലെ ഹോസിനുള്ളിലുമെല്ലാം എയർ വാക്വം ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രഷർ ഉണ്ടാവുകയില്ല. അതിനുവേണ്ടി ആദ്യം ഇൻലെറ്റ് ഹോസ് പൈപ്പിൽ ശരിയായ രീതിയിൽ കണക്ട് ചെയ്ത് ഇൻലെറ്റ് ഹോസിനുള്ളിലേക്ക് വെള്ളം നിറച്ച് അതിൽ ഫിൽറ്റർ അറ്റാച്ച്മെൻ്റ് ഉള്ള ഭാഗം വെള്ളത്തിൽ താഴ്ത്തിക്കൊണ്ട് ക്വിക്ക് റിലീസ് കണക്ടർ പമ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന നിപ്പിളിലേക്ക് ശരിയായ രീതിയിൽ തന്നെ കണക്ട് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞ ആ ക്ലിക്ക് സൗണ്ട് കേൾക്കണം. അതിനുശേഷം പമ്പ് ഓൺ ചെയ്ത് പമ്പിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. അതിനുശേഷമാണ് ഔട്ട്പുട്ട് ഹോസ് പൈപ്പ് കണക്ട് ചെയ്യേണ്ടത്. വീണ്ടും പമ്പ് ഓൺ ചെയ്ത് ഔട്ട്പുട്ട് പൈപ്പിൽ കൂടി വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം പ്രഷർ ഗൺ കണക്ട് ചെയ്യണം. ഇത് കണക്ട് ചെയ്യുന്നത് വരെ പുറത്തു വരുന്ന വെള്ളത്തിന് പ്രഷർ ഉണ്ടായിരിക്കുകയില്ല.
ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എനിക്ക് ആദ്യമായി കണക്ട് ചെയ്തപ്പോൾ ചില തെറ്റുകളുണ്ടായി. ഈ ഇലക്ട്രിക് വയറിൻ്റെ ലെങ്ത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ഈ പമ്പിന് മുകളിലും താഴെയുമായി വെള്ളം തെറിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പമ്പ് ഒരു ചെറിയ സ്റ്റൂളിന് മുകളിൽ വെക്കാം എന്ന് വിചാരിച്ചത്. പക്ഷേ പമ്പ് ഉയരത്തിൽ വെച്ചപ്പോൾ അത് വെള്ളം സക്ക് ചെയ്തെടുക്കുന്നത് ശരിയായ രീതിയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എത്ര ശ്രമിച്ചിട്ടും വെള്ളം പമ്പിനുള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ സ്റ്റൂൾ മാറ്റി പമ്പ് തറയിൽ വെച്ചപ്പോഴാണ് ശരിയായ രീതിയിൽ പമ്പ് വെള്ളം വലിച്ചെടുത്തത്. അതുകൊണ്ട് സ്റ്റൂൾ എടുത്തു മാറ്റേണ്ടി വന്നു. നിങ്ങൾക്ക് മനസ്സിലാകും, ഈ സ്റ്റൂളിന് മുകളിൽ വെച്ചിരുന്നപ്പോൾ വാട്ടർ ഔട്ട്പുട്ട് പ്രഷർ വളരെ കുറവായിരുന്നു. ശരിയായ രീതിയിൽ ബക്കറ്റിൽ നിന്ന് വെള്ളം പമ്പിന് വലിച്ചെടുക്കാൻ സാധിക്കാതിരുന്നതാണ് ഇതിന് കാരണം. എന്നാൽ ഞാൻ പമ്പ് സ്റ്റൂളിൽ നിന്ന് മാറ്റി തറയിൽ വെച്ചപ്പോൾ ഈ പ്രശ്നം സോൾവ് ആവുകയും നല്ല രീതിയിൽ പ്രഷർ ലഭിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് കാണാം എത്ര നല്ല പ്രഷറാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നതെന്ന്. നമുക്ക് വെള്ളത്തിൻ്റെ ഫ്ലോ കാണുമ്പോൾ കൂടുതൽ വെള്ളം പുറത്തേക്ക് പോകുന്നത് പോലെ തോന്നും. യഥാർത്ഥത്തിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ പമ്പ് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഒരു കാർ കഴുകാൻ എടുക്കുന്ന വെള്ളത്തിൻ്റെ പകുതിയിൽ താഴെ മാത്രമേ ഈ പ്രഷർ പമ്പ് ഉപയോഗിക്കുമ്പോൾ വെള്ളം ചിലവാവുകയുള്ളൂ. ഈ പ്രോഡക്റ്റിനോടൊപ്പം അവർ ഫ്രീ ആയി സപ്ലൈ ചെയ്തിരുന്ന സോപ്പ് ഡിസ്പെൻസറിൽ ഫോം ജനറേറ്റ് ചെയ്യുകയില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഞാൻ ഒരു പുതിയ ഫോം ക്യാനൻ വാങ്ങാനായി ആമസോണിൽ ഓർഡർ കൊടുത്തിരുന്നത് ഇതുവരെ ഡെലിവർ ആകാത്തത് കൊണ്ട് തൽക്കാലം ഈ സോപ്പ് ഡിസ്പെൻസർ ഉപയോഗിച്ച് കാർ വാഷ് ചെയ്യാം എന്ന് വിചാരിച്ചു. കേരളത്തിൻ്റെ തന്നെ പ്രോഡക്റ്റായ ലാക്രോൾ എന്ന കാർ ഷാമ്പു തന്നെ പരീക്ഷിച്ച് നോക്കാം എന്ന് കരുതി ആദ്യം ഈ സോപ്പ് ഡിസ്പെൻസറിൽ ഉപയോഗിച്ചെങ്കിലും ഒട്ടും തന്നെ ഫോം ജനറേറ്റ് ആയില്ല. അതുകൊണ്ട് നമ്മുടെ ഈ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന സ്കോച്ച് ബ്രൈറ്റിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് ഈ സോപ്പ് ഡിസ്പെൻസറിൻ്റെ നോസിലിൻ്റെ ഉള്ളിൽ തിരികെ കയറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ രണ്ടാമത് ട്രൈ ചെയ്യുന്നത്. കുറച്ചുകൂടി ഫോം ജനറേറ്റ് ആകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഞാനിവിടെ ഷാമ്പുവിനോടൊപ്പം ചൂടുവെള്ളമാണ് ചേർത്തത്. അതാകുമ്പോൾ ഇതിനുള്ളിൽ ഒഴിച്ച ഷാമ്പു വെള്ളവുമായി നല്ല രീതിയിൽ അലിഞ്ഞു ചേരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരുവിധം നല്ല രീതിയിൽ ഫോം ജനറേറ്റ് ആകുന്നുണ്ട്. ഇനി StarQ W6 എന്ന പ്രഷർ വാഷറിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇത് ഒരു ഡൊമസ്റ്റിക് യൂസിനുള്ള ബെസ്റ്റ് പ്രഷർ വാഷർ തന്നെയാണ്. ഈ പ്രഷർ വാഷർ കൊണ്ട് നമ്മുടെ വീട്ടിലെ വാഹനങ്ങൾ മാത്രമല്ല, വീടിന് ചുറ്റുമുള്ള മതിലുകൾ, ടൈൽസ് പതിച്ച തറ, പിന്നെ ടോയ്ലറ്റ്, ഫ്ലോർ മാറ്റ് എന്ന് തുടങ്ങി പലതും വൃത്തിയാക്കാൻ ഇത് ഉപയോഗിക്കാം. മുംബൈയിലുള്ള ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് തന്നെ സ്പെയർ പാർട്സ് കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. വർഷത്തിൽ ഒരിക്കൽ, അതും ഉപയോഗമനുസരിച്ച് ഇതിനുള്ളിൽ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെ എന്ന് കാണിക്കുന്ന വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എങ്ങനെ നോക്കിയാലും വളരെ നല്ല ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഇതിൻ്റെ പോരായ്മകളെക്കുറിച്ച് പറയാം. പ്രധാനമായും പവർ കോഡിൻ്റെ നീളം വളരെ കുറവാണ്. എന്നാൽ അത് ഒരു ഇലക്ട്രിക് എക്സ്റ്റൻഷൻ ബോക്സ് ഉപയോഗിച്ച് പരിഹരിക്കാം. പിന്നെ പമ്പിൻ്റെ വാട്ടർ ഇൻലെറ്റിൽ ഘടിപ്പിക്കുന്ന ഫിൽറ്ററോട് കൂടിയ കണക്ഷൻ പ്ലാസ്റ്റിക്കാണ്. അതിന് ഒരു മീഡിയം ക്വാളിറ്റിയേ ഉള്ളൂ. അതോടൊപ്പം കണക്ട് ചെയ്യുന്ന ഇൻലെറ്റ് കണക്ടർ കപ്ലിങ്ങും പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് ഓരോ തവണയും ഇളക്കി മാറ്റുകയും വീണ്ടും ഫിക്സ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് അത് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റും എന്ന് അറിയില്ല. പിന്നെ ഓരോ പ്രാവശ്യവും ഹോസും പ്രഷർ ഗണ്ണും ഒക്കെ കണക്ട് ചെയ്യുന്നതും ഇളക്കി മാറ്റുന്നതുമൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നി. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ഞാൻ ബ്രാസിലുള്ള കുറച്ച് കണക്ടേഴ്സ് ഫോം ക്യാനനോടൊപ്പം ആമസോണിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് വന്നാലുടൻ അവ എങ്ങനെയാണ് പ്രഷർ വാഷറിൽ പെർമനൻ്റായി കണക്ട് ചെയ്യുന്നതെന്നും പുതിയ ഫോം ക്യാനൻ ഉപയോഗിച്ച് കാർ വാഷ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാം. ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരുടെ ഇൻസ്ട്രക്ഷൻ മാനുവലിലോ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ യൂട്യൂബിൽ കണ്ട വീഡിയോസിലൊന്നും ആരും ഇക്കാര്യം പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ പ്രഷർ വാഷിംഗ് കഴിഞ്ഞ് എല്ലാ ആക്സസറീസും ഡിസ്കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇലക്ട്രിക്കൽ വയർ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം പ്രഷർ ഗൺ പ്രസ് ചെയ്ത് പമ്പിനുള്ള പ്രഷർ റിലീസ് ചെയ്ത് കളയേണ്ടതാണ്. അത് ചെയ്യാൻ മറന്നുപോയാൽ പമ്പിൽ നിന്നും അതുപോലെ പ്രഷർ ഗണ്ണിൽ നിന്നും കണക്ടേഴ്സ് ഊരി മാറ്റാൻ കഴിയില്ല. അത് വളരെ ടൈറ്റായിട്ടായിരിക്കും എന്ന് മാത്രമല്ല
നിങ്ങൾ എത്ര കൈകൊണ്ട് തിരിച്ചു പിടിച്ചാലും അത് ഊരി വരില്ല. പമ്പിനുള്ളിൽ ഇപ്പോഴും പ്രഷർ നിൽക്കുന്നതാണ് ഇതിന് കാരണം. ഞാൻ ആദ്യമായി ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇക്കാര്യം അറിയില്ലായിരുന്നതിനാൽ ഔട്ട്പുട്ട് ഹോസിൻ്റെ കണക്ടർ ഞാൻ പൈപ്പ് റഞ്ച് ടൂൾ ഉപയോഗിച്ച് തിരിച്ച് ഇളക്കിയെടുക്കേണ്ടി വന്നു. വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഔട്ട്ലെറ്റ് ഹോസിൻ്റെ ഒരു വശത്തുള്ള കണക്ടർ ഞാൻ ഈ പൈപ്പ് റഞ്ച് ഉപയോഗിച്ച് തിരിച്ചത് കാരണം അല്പം ഡാമേജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രഷർ വാഷറിനുള്ളിൽ നിൽക്കുന്ന പ്രഷർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കണക്ടേഴ്സും വളരെ ഈസിയായി ഊരി എടുക്കാൻ സാധിക്കും. ഈ പ്രഷർ വാഷറുമായി ബന്ധപ്പെട്ട് ഞാൻ ആമസോണിൽ ഓർഡർ കൊടുത്തിരിക്കുന്ന എല്ലാ അഡീഷണൽ ആക്സസറീസും വന്നതിന് ശേഷം ഈ പുതിയ അഡീഷണൽ കണക്ടേഴ്സ് ഫിക്സ് ചെയ്യുന്ന രീതിയും ഒപ്പം പുതിയതായി വാങ്ങിയ ഫോം കാനണിൻ്റെ ഉപയോഗ രീതിയും വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ അപ്ലോഡ് ആകുന്നത് വരെ കാത്തിരിക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.